ഇ.പി. ജയരാജൻ്റെ ഒരു ആത്മകഥ അടുത്ത ദിവസം പുറത്തിറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പരാമർശം താങ്കളെ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എന്നെ പറ്റി താങ്കളെ ഉൾപ്പെടെ 3 ആഴ്ച കൊണ്ട്. അതെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നു അല്ല, ഡ്രാഫ്റ്റ് ഉണ്ട്, അതിൽ വായിച്ചു. പ്രിവ്യൂ താങ്കളാണോ വായിച്ചത്? വായിച്ചിട്ടുണ്ട്. 177 പേജിലുണ്ട്. പുറത്തേക്ക് കിട്ടി. 177. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇരുട്ടി വെളുക്കും മുമ്പ് സ്ഥാനാർത്ഥിയായി വന്ന ആളാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പം ഈ അത്തരം കീഴ്വഴക്കങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, പാലക്കാട്ടത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരണം നടത്തുന്ന ഒരാളാണല്ലോ ഞാൻ. അവരുടെ മുന്നിലാണല്ലോ ഒരു ടെസ്റ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത്. അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഈ വിഷയത്തിൽ. ആ അഭിപ്രായമാണ് 1,95,000 പേര് അഭിപ്രായമായി രേഖപ്പെടുത്താൻ പോകുന്നത്. സഖാവ് ഇ.പി. ജയരാജൻ്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തിയല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ, ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോധ്യത്തോടു കൂടിയാണല്ലോ താങ്കൾ സ്ഥാനാർത്ഥിയായി വരുന്നത്. സ്വാഭാവികമായും അത്തരമൊരു പരാമർശം അങ്ങനെ പിന്നീട് അത്തരം ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കറിയില്ലല്ലോ. പുസ്തകം പുറത്തു വന്നാലല്ലേ നമുക്കറിയൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവും വായനക്കാരെന്നുള്ള രീതിയിൽ വായനക്കാരും അതിൽ പരാമർശിക്കപ്പെട്ട ആൾ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടെങ്കിൽ ഞാനും അഭിപ്രായം പറഞ്ഞാൽ പോരെ. ഈ ചില ഘട്ടങ്ങളിലെങ്കിലും ഇ.പി. ജയരാജൻ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തി പാർട്ടിയെ കുഴപ്പത്തിലാക്കാറുണ്ട്. പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പച്ചയായ മണ്ണിൻ്റെ സഖാവാണ്. തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കളങ്കങ്ങളില്ല, കാപട്യങ്ങളില്ല. ആ മനുഷ്യൻ്റെ എൻഡോഴ്സ്മെൻറ്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. എൻഡോഴ്സ്മെൻറ്റ് മാത്രമല്ലല്ലോ എപ്പോഴും. ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ശക്തിയല്ലേ. ചർച്ചയാകണമെങ്കിൽ ആക്കാം. നിങ്ങൾക്ക് വേറെ വിഷയം ഒന്നുമില്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് എടുക്കല്ലേ, എത്ര പോസിറ്റീവായ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം, വയനാട്ടിൽ പോളിംഗ് ശതമാനം 3% മുതൽ 5% വരെ കുറയും. അതിൻ്റെ കാരണം കൂടി നിങ്ങൾ ജനാധിപത്യ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 5 മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരല്ലേ ഞങ്ങൾ. ഇനിയും ഞങ്ങളെ കൊണ്ട് ഈ പ്രഹസനത്തിന് മുതിരണോ എന്ന് ചോദിക്കുമ്പോൾ അത് ആർക്ക് നേരെയുള്ള ചോദ്യമാണ്? നോക്കണം, നമ്മൾ വിലയിരുത്തണം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 3% മുതൽ 5% വരെ അതിന് മുകളിൽ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം കൂടി ഞാൻ പറയാം. പാലക്കാട് ഞാൻ ഇന്നലെ 6 വയനാട്ടുകാരെ പല സമയങ്ങളിൽ ഇന്നലെ മാത്രം 6 വയനാട്ടുകാരെ കണ്ടു. നാളെ പോകുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് 6 പേരും പറഞ്ഞ മറുപടി ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ സാഹചര്യവും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇട്ടിട്ട് പോയ ആൾക്ക് അയാളുടെ മുന്നണിക്ക് ഇവിടെ എന്തിനാ വോട്ട് ചെയ്യണം എന്നുള്ള ജനം ചോദിക്കുകയാണ്. ഉപേക്ഷിച്ചു പോയ ഈ നാടിനെ ഇനിയും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ ചിഹ്നത്തിൽ ഒരു ഉളുപ്പില്ലാതെ വോട്ട് ചോദിച്ചാൽ പാലക്കാടത്തെ ജനം ആ ചിഹ്നത്തിൽ ഇനി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആർക്കു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളതും ജനത്തിന് ബോധ്യമായി. ഈ 2 കൂട്ടരെയും തോൽപ്പിക്കേണ്ടത് ആരാണ് എന്നും ജനത്തിനറിയാം, പാലക്കാടുകാർക്ക് അറിയാം. സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം പറയണേ, ചർച്ചയാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ വയനാട് ചർച്ചയാവും, പാലക്കാടും ചർച്ചയാവും.